ഞാൻ കഴിഞ്ഞൊരു 2 ഇയറായിട്ട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത്ര കൺസിസ്റ്റൻ്റ് ഒന്നും അല്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്ന് വിചാരിക്കാം. എനിക്ക് ഈ വീഡിയോ ഇടാൻ തുടങ്ങിയ കാലം മുതൽ, സത്യം പറഞ്ഞാൽ എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സിന് താഴെയുള്ള കാലം മുതൽ ഓരോ ആൾക്കാർ എനിക്ക് DM ചെയ്യാറുണ്ട്. ബ്രോ എങ്ങനെയാണ് ട്രേഡിംഗ് പഠിച്ചത്, ബ്രോ എനിക്ക് ട്രേഡിംഗ് പഠിപ്പിച്ചു തരുമോ, അല്ലെങ്കിൽ സിഗ്നൽ ഗ്രൂപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ സിഗ്നൽസ് തരുമോ, അക്കൗണ്ട് മാനേജ് ചെയ്യാമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചോദിച്ച് എനിക്ക് കുറേ പേര് DM ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് DM ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേണി എങ്ങനെയായിരുന്നു, അതുപോലെ അവർക്കത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വിടുന്ന കാര്യമാണ് ആക്ച്വലി ICT എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഒരു ഡിസ്ക്ലൈമർ ഞാൻ പറയാം. ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും മേ ബി ഞാൻ കുറച്ചേറെ നല്ലൊരു ഹേറ്റേഴ്സിനെ ബിൽഡ് ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ട്. കാര്യം എനിക്ക് കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ വന്ന വഴി മറക്കുന്നവനാണ് ഞാൻ. അതേപോലെ തന്നെ മേ ബി വേണമെങ്കിൽ മൈക്കിളിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നവനാണ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചത്. ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ബൂമിങ് ആവുന്ന ഒരു സാധനമാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർ ആക്ച്വലി വരുന്നു, എല്ലാവരും നോർമലി വരുന്ന പോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും റീറ്റെയിൽ കോൺസെപ്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്തിട്ട് വരുമ്പോൾ കേൾക്കുന്നൊരു യൂട്യൂബ് ചാനലാണ് ICT അല്ലെങ്കിൽ മൈക്കിളിൻ്റെ യൂട്യൂബ് ചാനൽ. ഒരു മിസ്കൺസെപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ICT ട്രേഡേഴ്സിന് മാത്രമേ പ്രോഫിറ്റബിൾ ആകാൻ കഴിയൂ എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ എൻ്റെ ടേക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് മുമ്പോട്ട് വന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ICTയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ സമയം മുതലാണ് നിങ്ങൾ അൺപ്രോഫിറ്റബിൾ ആകാൻ പോകുന്നത് എന്നുള്ളതാണ്. കാര്യം ICT ചാനലിലൊരു അല്ലെങ്കിൽ ആ ഒരു ചാനലിനൊരു കുഴപ്പമല്ല, അത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇറ്റ്സ് എ ലൂപ്പ്. അതൊരു ലൂപ്പാണ്. അത് വെളി വരാൻ ഭയങ്കര പാടായിട്ടുള്ളൊരു ലൂപ്പാണ് ICT ചാനൽ എന്ന് പറയുന്നത്. വൺസ് നിങ്ങൾ ആ ചാനലിൽ കയറി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോകും, അടുത്തയിലേക്ക് പോകും. ആ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ ICT വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്താലും നിങ്ങൾ ബാക്കിംഗ് ടൈമിൽ പോയിട്ട് ആ വീഡിയോസ് കാണും. അതിൽ നിന്നും കുറേ കാര്യങ്ങൾ നോക്കും, മുമ്പിൽ വരും, പിന്നെ കുറേ കാര്യങ്ങൾ നോക്കും. ഇനി എനി ടൈം ആൾ വീഡിയോ പുതിയ അപ്ലോഡ് ചെയ്ത് അത് കാണും, അതിലേക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കും. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ലൂപ്പ്. ഇത് ഞാൻ പറയുമ്പോൾ ആക്ച്വലി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനിത് ജസ്റ്റ് പറയല്ല, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്നുള്ളത്. നമുക്കറിയാം ട്രേഡിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ട്രേഡിങ്ങിൻ്റെ ഏറ്റവും കോറായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിനിമലാക്കുക എന്നുള്ളതാണ്. ട്രേഡിങ് എത്രത്തോളം നിങ്ങളുടെ സെറ്റപ്പും നിങ്ങളുടെ ടെക്നിക്കൽ സാധനം എത്രത്തോളം മിനിമലാണോ അത്രത്തോളം നിങ്ങൾ പ്രോഫിറ്റബിൾ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ പറയാറുള്ളൊരു സാധനമാണ്, നിങ്ങൾ ജസ്റ്റ് 2 ലൈൻ വരച്ചിട്ട് അതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറേ നാൾ നിങ്ങൾ ആ ഒരു സാധനം ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റ്, വാട്ട് എവർ ദ പ്ലേലിസ്റ്റ്, അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് തന്നെ. ഞാൻ എൻ്റെ സെറ്റപ്പ് ഞാൻ പറയാം. ഞാൻ ICTയിലേക്കാണ് വന്നത്. ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് ICT കോൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ICT ചാനലിലുള്ളതാണ്. കാര്യം ഈ പറയുന്ന ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതെല്ലാം എനിക്ക് കിട്ടിയത് ICT ചാനലിൽ നിന്നാണ്. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതൊന്നും അല്ല. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക് ഞാൻ കേൾക്കുന്നത് തന്നെ ICT ചാനലിൽ നിന്നാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം നല്ല രീതിയിലൊരു ചേഞ്ചസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഇതിനെ യൂസ് ചെയ്യുന്നത് മാറ്റിയിട്ടുണ്ട്. കാര്യം ഇതൊരു യൂണിവേഴ്സൽ ഫോർമുല അല്ല. അതായത് എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പും വർക്ക് ചെയ്യത്തില്ല, എല്ലാ ഓർഡർ ബ്ലോക്കും വർക്ക് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെ എങ്ങനെ എപ്പോൾ ട്രേഡ് എടുക്കണം, എവിടെ എങ്ങനെയുള്ള PDRIs അവോയ്ഡ് ചെയ്യണം, എങ്ങനെയുള്ള ലിക്വിഡിറ്റീസ് അവോയ്ഡ് ചെയ്യണം, എങ്ങനെയുള്ള ലിക്വിഡിറ്റീസാണ് വാലിഡായിട്ട് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളത്. അവിടെയാണ് ഒരു ട്രേഡറിൻ്റെ എബിലിറ്റി ഇരിക്കുന്നത്. ഒരിക്കലും ICT ചാനലിൽ നിങ്ങൾക്ക് പറയാൻ പോകുന്നില്ല ആക്ച്വലി എവിടെയാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു സെറ്റപ്പ് ബിൽഡപ്പ് ചെയ്യേണ്ടതെന്നുള്ളതിനേക്കാളുപരി അതൊരു ടൂളാണ്. ആക്ച്വലി അതൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പോലെ ഇത് കുറേ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതെല്ലാം ഒരുമിച്ച് നിങ്ങൾ പക്കയാക്കി ഒരു ബിരിയാണിയിലേക്ക് എത്തിപ്പെടുത്തുന്ന പോലെ നിങ്ങൾ ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കുറേ ഇൻഗ്രീഡിയൻ്റ് ആണ്, നിങ്ങളുടെ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് യൂസ് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആകാം. നിങ്ങളുടെ സെറ്റപ്പ് നിങ്ങൾ ക്ലീനായിട്ട് ഔട്ട്കമ്മിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കണം. നിങ്ങളുടെ ഇൻഗ്രീഡിയൻ്റ് എണ്ണം കൂട്ടിയെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കുറേ ആൾക്കാർ ഇരുന്ന് ജസ്റ്റ് ഫസ്റ്റ് വീഡിയോ കാണും, സെക്കൻഡ് വീഡിയോ കാണും, അത് കഴിഞ്ഞ് തിരിച്ച് ബാക്കിലോട്ട് പോകും. ഞാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഒറ്റ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യാം, എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട സാധനം ഉണ്ട്, ഉറപ്പാണ്. നിങ്ങൾ ഏതെടുത്താലും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട സാധനമുണ്ട്. കുറച്ചുകൂടെ സിംപ്ലിഫൈ ഫോമിലാണ് വേണ്ടെങ്കിൽ 2022 എൻട്രി മോഡൽ കാണുക, അതിനകത്ത് സാധനം കിടപ്പുണ്ട്. ഇതിനകത്തുനിന്നൊരു
നീഷ് ബിൽഡ് ചെയ്യാൻ പറ്റണം. അതിനകത്തുനിന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ആക്ച്വലി നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചാനൽ കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഒബ്വിയസ്ഡ് ഉറപ്പായിട്ടും പറയട്ടെ, നിങ്ങൾക്ക് ICT ചാനലിലേക്ക് നിങ്ങൾ വരികയാണ്, നിങ്ങൾ അതിനകത്ത് ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഐ ഓപ്പൺ ആയിരിക്കും. ഇപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പിനെ പറ്റി അറിയാത്ത ഒരാൾ, അയാൾ അതിനെപ്പറ്റി ലേൺ ചെയ്ത് ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓക്കെ പ്രൈസ് റീപ്രൈസ് ചെയ്യുന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് അവിടെ നിന്ന് റിജക്ട് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ വലിയ അതിശയം പോലെ തോന്നും. ഫൈൻഡ് ഔട്ട് ചെയ്തു, വലിയ സാധനം എന്തോ വലിയ കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്തു എന്നുള്ള ചിന്ത അതിലേക്ക് വരും. പക്ഷേ ഈ സെയിം സാധനം വർക്ക് ചെയ്യാത്തൊരു സിനാരിയോയിൽ അവരുടെ ഈഗോ ഹിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇതിനെ ഓവർ ട്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തുകൊണ്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആവുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടൊരു ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുന്നു, ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏത് ടൈമിലാണ് മാർക്കറ്റിലോട്ട് വരേണ്ടത്, ഏത് PDRS ആണ് ആക്ച്വലി വർക്ക് ആവുന്നത് മാർക്കറ്റിൽ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ സെറ്റപ്പിൻ്റെ ക്വാളിറ്റി കൂടുന്നത്. സോ അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ആർ ലേണിംഗ് എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ ലേൺ ചെയ്ത കാര്യം എത്രത്തോളം പെർഫെക്റ്റ് ആണ്, എത്രത്തോളം പ്രിസൈസ്ഡ് ആണ് എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ICT മൈക്കിൾ ഇനിയുള്ള കാലം എല്ലാം ഇപ്പോൾ 2026, 27 മെൻറ്റർഷിപ്പോ അല്ലെങ്കിൽ 28 മെൻറ്റർഷിപ്പോ ഒക്കെ ആവതുള്ള കാലം മുഴുവനും ആളിങ്ങനെ മെൻറ്റർഷിപ്പിന് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അത് കാണാൻ കുറേ ആൾക്കാർ ഓഡിയൻസ് ഉണ്ട്. കാര്യം ഒരു ട്രേഡിംഗ് ചാനൽ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഒരു ഫോളോവേഴ്സ് ഉള്ളൊരു ട്രേഡിംഗ് ചാനൽ വേറെ ഇല്ല. ഞാൻ ഒരിക്കലും ആളെ ഡിസ്റെസ്പെക്ട് ചെയ്ത് പറയല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് കുറേ ആൾക്കാർ DM ചെയ്യാറുണ്ട്. ഇതിനകത്തൊരു 100 പേര് DM ചെയ്ത് കഴിഞ്ഞാൽ അത് 80 പേരും ആക്ച്വലി ICTയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് അവർക്ക് പ്രോഫിറ്റ് ഉള്ളാൻ കഴിയുന്നില്ല? സാധനം ഫ്രീ ആണ്. നിങ്ങൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഈ സാധനം ഫ്രീലി അവൈലബിൾ ആണ്. ഒരിക്കലും ഫ്രീലി അവൈലബിൾ അല്ലാത്തൊരു സാധനമല്ല. നിങ്ങൾക്ക് ICT ചാനലിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി അതിനകത്തൊന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ഐ മീൻ സെറ്റപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യത്തെയാണ് എല്ലാവരും ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അതായത് സെറ്റപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം. ദാറ്റ് ഡസൻ ലുക്ക് സിമിലർ ടു എവരി വൺ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. ഇപ്പം ഞാൻ ട്രേഡ് ഇപ്പം എൻ്റെ VLP ILP സെറ്റപ്പ് ഞങ്ങളെല്ലാവരും ഈ സെയിം സെറ്റപ്പാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് എന്ന് പറയുമെങ്കിൽ പോലും ഇതിനകത്തൊരു ലോജിക്കുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന VLP ILP വേറെ ഒരാൾക്ക് അത് കിട്ടണമെന്നില്ല. അതിൻ്റെ ഒരു ക്ലിയറസ്റ്റ് ഫോമിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഏത് സെറ്റപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ എൻ്റെ സെറ്റപ്പ് മാറ്റി വെക്കുക, വേറെ ഒരു സെറ്റപ്പ് എടുക്കുക, അത് ഏത് സെറ്റപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം 1-2 ആഴ്ച ട്രേഡ് ചെയ്യുന്ന പോലെയല്ല അതൊരു മാസം നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. കാര്യം ഈ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെറ്റപ്പ് ഒരു പാറ്റേൺ പോലെ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതല്ല സെറ്റപ്പ് എന്നാലും ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഇപ്പം ഞാൻ പറയുകയാണ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുമ്പോൾ അതൊരു പാറ്റേൺ പോലെ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ ഇരുന്ന് കുറേ നാൾ ഈ സാധനം കണ്ട് ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇത് ഫീഡാവും. പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സ്പീഡ് നമ്മുടെ കൂടും. അങ്ങനെയാണ് നമുക്കൊരു ഹ്യൂമൻ്റെ ഏറ്റവും വലിയൊരു എബിലിറ്റിയാണ് പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി ഇൻഡെപ്തായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് വലിയൊരു എബിലിറ്റിയാണ് ഹ്യൂമൻസിൻ്റെ. നിങ്ങളത് ജസ്റ്റ് അതിനെപ്പറ്റി ഇൻഡെപ്തായിട്ട് അറിയണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി ട്രേഡിങ്ങിൽ നടക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ട്രേഡിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിന് ആ ഒരു സർവൈവൽ ഇൻസ്റ്റിൻറ്റിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സാധനമാണ് ട്രേഡർ ആകുക എന്ന് പറയുന്നത്. കാര്യം ഈ ട്രേഡർ ആകുക എന്ന് പറയുന്നത് എല്ലാം ഡിസ്കംഫോർട്ട് സോണിൽ കിടക്കുന്ന സാധനമാണ്. അപ്പം ഇതിനെ ഒന്നും ആക്ച്വലി നമ്മൾ അധികം കെയർ ചെയ്യാതെ നമ്മൾ ആ ലേണിംഗ് പ്രോസസ്സിൽ ഈ പറയുന്ന സാധനങ്ങൾ മാത്രം ലൈക്ക് കുറേ ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആകുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മേ ബി യു ആർ ഇൻ റോങ് ട്രാക്ക്. ഞാൻ ഈ വീഡിയോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ കാര്യം പറയുന്നത് ചിലപ്പോൾ ഞാൻ ICT ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഒരിക്കലും ഞാൻ ആളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനല്ല. ലൈക്ക് എൻ്റെ സെറ്റപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ICT ചാനൽ. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു റീറ്റെയിൽ ഈ പറയുന്ന ICT ചാനൽ എന്ന് പറയുന്നത് ഒരു റീറ്റെയിലാണ്. ഇപ്പം നമ്മൾ ബിഗിനേഴ്സായിട്ട് ഇപ്പം ഞാൻ ICT ട്രേഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ICTനെ ഗോഡിനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, അത് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അങ്ങനെയാണ് ആക്ച്വലി നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു രീതിയിലാണ് കടന്നു വരുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി ആരും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ടൊരു സെറ്റപ്പ് ഇതിനകത്തുനിന്ന് കിട്ടും, അത് ഉറപ്പാണ്, അതിനകത്ത് സംശയമില്ല. പക്ഷേ ഇതിനകത്ത് എത്ര ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, ഇപ്പം അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് നല്ലപോലെ ടൈം, നിങ്ങളുടെ ക്യാഷ്, നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇയേഴ്സ് എടുക്കാം, വർഷങ്ങളെടുക്കാം, ചിലർക്ക് മാസങ്ങളെടുക്കാം.
ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചിലർക്ക് ഭയങ്കര സ്കില്ലാണ്, ചിലർക്ക് ഇപ്പോൾ ഭയങ്കര പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. അവരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്തേക്ക് പോകും, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യത്തില്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 6 months ഡേറ്റയെങ്കിലും നിങ്ങൾക്ക് വേണം. കാര്യമായിട്ട് പറയുകയാണ്. ലൈക്ക് നിങ്ങളൊരു അത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു ലേണിംഗ് കർവിൽ നിങ്ങൾ 3 to 4 കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക ഫോർ പ്രിലോങ് ഒരു 6 months. ഈ പറഞ്ഞ 4 സ്ട്രാറ്റജിയിലും എടുക്കുന്ന ട്രേഡ്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ജേണൽ ചെയ്യുക. ഇതിനകത്ത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വിൻ റേറ്റ് ഉള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഈ 6 മാസത്തിനുള്ളിൽ വേണ്ടാത്ത ഏറ്റവും വിൻ റേറ്റ് ഇല്ലാത്തതിനെ കട്ട് ഓഫ് ചെയ്ത് അവസാനം നിങ്ങൾക്കൊരു സാധനം കിട്ടത്തില്ല. അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പിന്നെ മുമ്പോട്ട് പോവുക. പിന്നെ അതിനകത്തുനിന്ന് വേറൊരു ചേഞ്ച് കൊണ്ടുവരാൻ നോക്കരുത്. അതിപ്പം ആര് വന്നെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡസൻ മൂവ് ലൈക്ക് ICT അല്ലെങ്കിൽ ICT അല്ല മാർക്കറ്റ് മേക്കർ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ICT ട്രേഡേഴ്സ് ആക്ച്വലി ഏറ്റവും നോൺ പ്രോഫിറ്റബിൾ ട്രേഡേഴ്സിന് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും മെജോറിറ്റി ട്രേഡേഴ്സും ICT ട്രേഡേഴ്സ് ആയിരിക്കും. കാര്യം അതൊരു ലൂപ്പാണ് ആക്ച്വലി. അവർക്ക് വൺസ് ഒരു സാധനം ഒരു ഫെയർ വാല്യൂ താഴെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് ബൈ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് വന്നാലോ, എങ്ങാനും പ്രൈസ് മിറ്റിയേറ്റ് ചെയ്താലോ, താഴെ ഒരു ഓർഡർ ബ്ലോക്ക് കിടപ്പുണ്ട്, ഇനി അങ്ങോട്ടേക്ക് വന്നാലോ. കാര്യം ഓർഡർ ബ്ലോക്ക് മിറ്റിയേറ്റ് ചെയ്യേണ്ടതാണല്ലോ. പക്ഷേ നമ്മളവിടെ വേറെ രീതിയിൽ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ ടൈം ആൻഡ് പ്രൈസിൻ്റെ അവിടെ ചിലപ്പോൾ ഒരു മാനിപ്പുലേഷൻ റണ്ണോ ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ അറിയാമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് മാനിപ്പുലേഷൻ റൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത് ഇപ്പം ലൈവിൽ എനിക്ക് ഓർമ്മ വന്നിട്ട് തന്നെയാണ്. ഈ പറയുന്ന മാനിപ്പുലേഷൻ റണ്ണാണ് ഏറ്റവും ക്ലീൻ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് വേറൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. കാര്യം നമുക്കറിയാം ആക്ച്വലി ഈ റൺ എവിടെ വരെ പോകുമെന്നുള്ളത്. അതാണ് എല്ലാവരും ഡിസ്ട്രിബ്യൂഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് മാനിപ്പുലേഷനിലായിരിക്കും. കാര്യം അതിനൊരു ഒബ്വിയസ് പോയിന്റ് ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. കാര്യം അത് കുറച്ചുകൂടെ മാർക്കറ്റിലേക്ക് ഇൻഡെപ്തിലേക്ക് ഇരിക്കുമ്പോൾ മനസ്സിലാവും. ദാറ്റ് ഡസൻറ്റ് മീൻ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡ് ചെയ്യില്ല എന്നുള്ളതല്ല. ഇത് ജസ്റ്റ് പറയണമെന്ന് തോന്നി, കുറച്ച് നാളും കൊണ്ട് ഞാൻ പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. കാര്യം ഇപ്പോഴും എനിക്ക് ആൾക്കാർ DM ചെയ്യാറുണ്ട്, ബ്രോ ഏത് പ്ലേലിസ്റ്റ് വാച്ച് ചെയ്യണം, ഏത് ഇത് വാച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഏത് വാച്ച് ചെയ്താലും നെവർ മൈൻഡ്, നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു സെറ്റപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നിടത്താണ് കാര്യം. അതേപോലെ തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് ICT ചാനലിൽ നിന്ന് വെളിച്ചാടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രോഫിറ്റബിൾ ആകാനാണ് ചാൻസ് ഭയങ്കര കൂടുതൽ. സോ എത്രയും പെട്ടെന്ന് ആ ലൂപ്പിൽ നിന്ന് വെളിച്ചാടാനായിട്ട് നോക്കുക. ബിൽഡ് യുവർ ഓൺ സെറ്റപ്പ്. മാർക്കറ്റിൽ ഇരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനെ വിശ്വസിക്കുക, നിങ്ങളുടെ ഇൻറ്റൻഷനെ വിശ്വസിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാധനം കാണുന്നത് കൂടുതൽ ട്രെയിൻ ചെയ്യുക. നിങ്ങൾ ഇരുന്നിരുന്നേ കിട്ടുള്ളൂ. ഇതിനിപ്പോൾ ആരെന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ എൻ്റെ VLP ILP സെറ്റപ്പ് നാളെ യൂട്യൂബിൽ വന്ന് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത് കിട്ടിയെന്ന് വിചാരിക്കുക ക്ലിയർ കട്ട് ഫോമിൽ. ഒരിക്കലും നിങ്ങൾ പ്രോഫിറ്റബിൾ ആകാൻ പോകുന്നില്ല. കാര്യം അവിടെ എൻ്റെ ഇയേഴ്സ് ഓഫ് എൻ്റെ മാർക്കറ്റിലിരുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ മെൻറ്റർഷിപ്പ് വരുന്ന ആൾക്കാരോട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്ച്വലി എൻ്റെ കൂടെ ലൈവ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞാൻ മാർക്കറ്റിൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അതാണ് അവർക്കൊരു വലിയ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. എൻ്റെ മെൻറ്റർഷിപ്പിലെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ പ്രിലോങ് ഒരു 3 year ആയിട്ട് ലൈവ് ഇരിക്കുന്ന ഒരാളാണ്. ആ ലൈവ് ട്രേഡിംഗ് ആണെന്നുള്ള കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നെങ്കിൽ മാത്രമേ മാർക്കറ്റിന് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര കാര്യങ്ങൾ തിയററ്റിക്കലി ലേൺ ചെയ്തെന്ന് പറഞ്ഞാലും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതൊരു ജസ്റ്റ് ഒരു എന്താണ് പറയണ്ടേ, ഒരു വേഗ് ഇൻഫോർമേഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ ICTയിൽ നിന്ന് ഗെറ്റ് ഔട്ട് ആവുക. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് ഗെറ്റ് ഔട്ട് ആവുക. കീപ് സ്റ്റിക്ക് ഓൺ ICT യൂട്യൂബ് ചാനൽ ആൻഡ് ബൈ, സീ യു.